മാലതി എൻ്റെ മകൾ. അവളാണ് അവനെ വളർത്തി വലുതാക്കിയത്. അവൻ പോയിക്കൊണ്ടിരിക്കുന്നത് മറ്റൊരവസ്ഥയിലേക്കാണെന്ന് ഞങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. അനു, വൃത്തിയാടാ. എന്തൊരു നാറ്റമാണ് അതിനകത്ത്. എന്തൊരു കിടപ്പാടാ. അനു, വാടാ, വന്നാലും കഴിക്കും. ആ മോനെ, വാ വാ. മോനെ, ഒരേ ദിവസം എൻ്റെ കുടുംബത്തിൽ നടന്നത് 2 ദുരന്തങ്ങളാണ്. അവൻ ഇറങ്ങിപ്പോയ വഴി ഒരു ബൈക്ക് ആക്സിഡന്റിൽ, പിന്നെ അവൻ വലിച്ചു പറിച്ച സാരിത്തുമ്പിൽ എൻ്റെ മകൾ. അതിർത്തിയിൽ ട്രെഞ്ചിൻ്റെ അകത്ത് തലയൊന്ന് പൊന്തിച്ചാൽ വെടിയുണ്ട തുളച്ചു കയറുമെന്ന അവസ്ഥയിൽ പോലും ഞാൻ പതറിയിട്ടില്ല. പക്ഷെ ജീവിതത്തിൽ എൻ്റെ തലമുറ നിലനിർത്താനുള്ള ഒരുത്തനാ അകത്ത് സ്വബോധം നഷ്ടപ്പെട്ട് കിടക്കുന്നു. എനിക്ക് പേടി തോന്നുന്നു. ഒന്ന് വണ്ടി കയറും. നിങ്ങളൊക്കെ ബംഗാളികളുടെ അടുത്തേക്ക് പോയത് എന്തിനാണെന്ന് എനിക്കറിയാം. ഞങ്ങള് കുറച്ചൊക്കെ ഹിന്ദി എനിക്കും അറിയാടോ. പിന്നെ SI സാറിനോട് ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങളവിടെ ആ സ്റ്റേഷനകത്ത് ഒരു തിരിക്കില്ലേ, അവിടെ ആയിരുന്നേനെ നിങ്ങളുടെ സ്ഥാനം. നിങ്ങളെയൊന്നും കുറ്റം പറയാൻ പറ്റില്ല, കാരണം നിങ്ങളൊക്കെ കാണുന്ന കാഴ്ചകൾ അങ്ങനെയായിപ്പോയി. പുകവലിച്ചൂതി വിടുന്ന പൗരുഷവും ഹീറോയിസവും നിങ്ങൾ ആരാധിക്കുന്നവരിലൂടെ ദൃശ്യങ്ങളാക്കി നിങ്ങളെ കാണിക്കുന്ന ഒരു കൂട്ടരുണ്ട്. അവരെയാണ് ആദ്യം ചാട്ടവാറ് കൊണ്ടിരിക്കുന്നത്. എന്തൊക്കെ കാണണം, ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. അതുപോലെ ആരോടൊക്കെ കൂട്ടുകൂടണം എന്നതും. ആരാണ് ഈ റൈഡർ കുട്ടാപ്പി? അവനെ പൊക്കാൻ ആള് പോയിട്ടുണ്ട്. ഞങ്ങൾ പോലീസുകാര് വെറുതെ ഇരിക്കാണെന്ന് കരുതി നിങ്ങൾ. ചെങ്കൽക്കുത്തെന്നാണ് ഈ സ്ഥലത്തിന്റെ പേര്. ലഹരിക്കടിമപ്പെട്ട ഒട്ടനവധി പേരുടെ താവളമായിരുന്നു ഇത്. അതൊക്കെ ഒഴിവാക്കി കുറച്ചു പേർക്ക് അവരവരുടെ ജീവിതം തിരിച്ചു കിട്ടി. അതിനൊക്കെ സഹായിച്ചത് ഈ പരിസരവാസികളാണ്. ഇവിടെ ഇപ്പോൾ ഒരാൾ കടന്നെത്തിയാൽ അവരറിയും. ആ ഒരു ജാഗ്രത അവർക്കുണ്ട്, കാരണം അവർക്കിവിടെ ജീവിക്കണം. തീർച്ചയായും സാർ. ആവശ്യമില്ലാത്തതെല്ലാം തൂത്തുകളഞ്ഞാൽ ചിലയിടങ്ങൾ ഭംഗിയാകും. നിങ്ങൾക്ക് SI സാറിൽ നിന്നും പഠിപ്പിക്കുന്ന മാഷിൽ നിന്നും കിട്ടിയ അഭിനന്ദനങ്ങൾ അതൊരു ബാധ്യതയാണ്, ഉത്തരവാദിത്വമാണ്. ഇതൊക്കെ എന്താ സുരേഷ് സാറേ? ഒന്നുമില്ലടോ, ഞാനിവരിവിടേക്ക് ഒന്ന് കാണിക്കാൻ പോണെന്നാ. ഇപ്പൊ ഈ സ്ഥലത്തിനൊക്കെ എന്താ ഒരു ഭംഗി.
നമ്മളവിടെ ചെയ്തത് ഒരു മാതൃകയാണ്. ഈ സമൂഹത്തിനെ നല്ല വഴിക്ക് നയിക്കാൻ ജാഗ്രതയോടെ പടപൊരുതാം. നമ്മളെല്ലാം ഒറ്റക്കെട്ടായി നിൽക്കണം നല്ലൊരു നാളേക്ക്.